ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ബ്ലോക്ക് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിമിൽ നമ്മൾ വീട് വെച്ചു. അതിനുശേഷം എൻ്റെ മുറി പണിഞ്ഞു. ഇനി ഇവിടെ കുറച്ച് ടച്ചപ്പ് പരിപാടിയൊക്കെ ഉണ്ട്. അതായത് വീടിന് ചെറിയൊരു മേൽക്കൂര പോലെ അതൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും വീട് കാണാൻ ഒരു ഭംഗിയില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഇച്ചിരി നല്ല രസമാക്കണം എൻ്റെ വീട്. അതുകൊണ്ട് കാര്യം വേറൊന്നുമല്ല, ഞാനന്ന് പറഞ്ഞില്ലായിരുന്നു മറ്റേ പിങ്ക് ഇവിടെ പുറത്തുനിന്ന് കാണുമ്പോൾ എന്തോ ഒരു വൃത്തികേട് പോലെ. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു നിഗമനത്തിൽ കുറേ പ്ലാങ്ക് അടിച്ചങ്ങ് നിരത്താന്ന് കരുതി. അപ്പോൾ ഇതൊന്ന് ഇട്ടിട്ട് വരാവേ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഇവിടെ ഏതാണ്ടൊക്കെ അടിച്ച് നിരത്തി. ഇന്നത്തെ നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ മരത്തിൽ ഇങ്ങനെയൊന്നും ഇവിടെ മരം ഇല്ലായിരുന്നല്ലേ. ഇതൊക്കെ എപ്പോൾ വന്ന് എനിക്കറിയില്ല. നമ്മുടെ ചെറി അതവിടെ ഇരിപ്പുണ്ട്. നമുക്ക് തൽക്കാലം ഇപ്പോൾ പെട്ടെന്നോ അവിടെ ഒരു മരമുണ്ട്, അത് നമുക്ക് മൈൻഡ് ചെയ്യണ്ട. ഇനിയിപ്പം ഇത് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണം. ഫസ്റ്റ് തന്നെ ഇവിടെ മൊത്തം നമുക്ക് ഇവിടുത്തെ ഇതത്ര അങ്ങ് മാറ്റണം. അതായത് ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ടില്ല. അതുകൊണ്ട് എന്തോ സംഭവം ആന്ധ്രാണെന്തോ ഇതെല്ലാം നമുക്കൊന്ന് അടിച്ച് നിരപ്പാക്കിയെടുക്കണം. ഓക്കെ, അങ്ങനെ ഞാൻ ഇവിടെ മൊത്തം അടിച്ച് ശരിയാക്കിയെടുത്ത് താഴെ. ഇനി ഇവിടെ കുറേ പൂക്കളൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കണം. തരാ ഇങ്ങനെ ആക്കിയെടുത്ത്. ഇതെനിക്കറിയാം അത്രയ്ക്ക് രസമൊന്നും ഇല്ല, എന്നാലും നേച്ചറിൽ പോയിട്ട് നമുക്കൊരു വഴി ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ നമുക്കൊരു കൊച്ചൊരു വഴി പോലെ ഉണ്ടാക്കാം. ഇത്രയും മതിയാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്നെക്കൊണ്ട്, ഇത്രയേ പറ്റൂ. ഇപ്പോൾ കുഴപ്പമില്ല. ഇനി പോയി നമുക്കൊന്ന് ഉറങ്ങാം, രാത്രിയായി. ഇത് എന്തൊരു സ്ലോയുടെ ഇത്, എന്നെങ്ങാനും ഒന്ന് പോവോ? പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടുത്തെ സ്ലാബ് ഞാനങ്ങൾ കളഞ്ഞു. രാവിലെയായി. നമുക്ക് പറ്റുമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാം. ഇപ്പോൾ പുറത്ത് നമ്മൾ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്തില്ലേ. അയ്യോ, ഇവിടെ ആയിരുന്നു. നമുക്കിവിടെ അകത്ത് എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ ചെയ്യാം. അതായത് നമ്മൾ മറ്റേ ഇതൊക്കെ ചെയ്തിട്ടില്ലായിരുന്നു, ബുക്ക് ഷെൽഫ്, അതൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ വുഡില്ലേ, ഈ വുഡ് എടുത്ത് ഇവിടെ കുറച്ച് വേണം. എന്നിട്ട് ഇവിടെ ഈ വുഡ് ഇങ്ങനെ ഒന്ന് അടിച്ചൊന്ന് നിരത്തണം. ഇതാണ് നമ്മളെ ടേബിള്. കാണാനൊരു രസമില്ല, എന്നാലും ഇരിക്കട്ടെ. ഒരു ഫ്ലവർ വേസ് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു കൊച്ചൊരു സംഭവം ഇടാം. അതായത് ഒരു കൊച്ചിത് ഒരു ടേബിള് അല്ലല്ലേ, മറ്റേ ഒരു ബുക്ക് ഷെൽഫ് പോലെ. നമ്മൾ ഉണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ ഇതാക്കാം. എന്തായാലും ഒരു കൊച്ചൊരു ഷെൽഫ് നമുക്ക് വേണം, അല്ലെങ്കിൽ ഒരു ഭംഗിയൊന്നുമില്ല. ഇത് കൊള്ളത്തില്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഇത് പൊട്ടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് സ്ലീപ്പോ ഇന്നിപ്പോൾ ഉറക്കാൻ പറ്റുമോ? നമുക്കല്ലാതെ ഉറങ്ങാൻ പറ്റുമോ? അപ്പോൾ പറ്റും. എനിക്കിതറിയില്ലായിരുന്നു. ഇവിടെ ഒരു പൂ വെച്ച് കൊടുത്തു. ഇതെന്തുവാ, സ്നോയോ?
വേണ്ട, അതൊന്നും വേണ്ട. സീലാൻഡേന് ഒരെണ്ണം വേണം, കാരണം വെട്ടമില്ല ഇവിടെ. അല്ലെങ്കിൽ ഇന്ന് ഇതെടുക്കാം നമുക്ക്. അല്ലെങ്കിൽ വേണ്ട, ആ പരിപാടി വേണ്ട. വേറൊരു സംഭവം ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ പോട്ടെ, വേണ്ട. കണ്ട വെട്ടം വന്ന കണ്ട. ഇതുപോലെ നമുക്ക് ഒരു സീലിംഗ് ലൈറ്റോ അങ്ങനെ ഒരു സംഭവം ചെയ്തു. കണ്ട ഇപ്പോൾ തോനെ വെട്ടം വന്നില്ലേ മുറിയിൽ. അയ്യോ, ഇനി ഇവിടെയും ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറേ വെട്ടം വന്നു. ഇനി ഇവിടെ ഒരു കൊച്ചൊരു ടേബിൾ പണിയാം. അവിടെ എന്ന് പറയുമ്പോൾ എനിക്ക് ആവശ്യത്തിന് മറ്റേ ഇത് വേണം. ടോർച്ചൊന്നും വേണ്ട നമുക്ക്. എന്തുവാ, അയൺ ബാറോ വേണ്ട. ഒരു ലാൻഡേൺ ഇരിക്കട്ടെ, അപ്പോൾ ഒരു ഭംഗിയാണ്. ലാൻഡേൺ, പിന്നെ ഒരു ഫ്ലവർ വേസ് കൂടി ഇരുന്നോട്ടെ. ഇത് മതി. ഈ ഫ്ലവർ വേസിന് പകരം ഈ ഫ്ലവർ വേസ് വയ്ക്കാം. ലാൻഡേണായി. അയ്യോ, ഇനി ഇപ്പുറത്ത് കൂടി ഒരെണ്ണം വെച്ച് ഇവിടെ ഒരു പൂ കൂടി വെച്ചാൽ മതി. കോട്ടയപ്പൂ. ഭംഗിയുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഇവിടെയൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് ഓക്കെ ആയി. ഇവിടെ ഒരു ലാൻഡേൺ ഇരുന്നോട്ടെ, ഇപ്പോൾ കുറച്ചുകൂടി ഭംഗി വരും. ഇവിടെ ഇപ്പോൾ ഏതാണ്ടൊക്കെ കുറച്ച് ഭംഗിയായി. ഇനി നമ്മുടെ മെയിൻ വിഷയം ഇതല്ല. മിഷന് എന്തിനാണ് അത് ഈ ഒരു ഇല ഒരു പോട്ട് വേറെ വയ്ക്കാം. ഓക്കെ, നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വീടില്ലേ, ഇവിടെ നമുക്ക് ഒരു കൊച്ചൊരു ഫാം തുടങ്ങണം. അതായത് ഒരു കുറച്ച് കൃഷിയും അതൊക്കെ തുടങ്ങണം. അപ്പോൾ ഞാൻ ഇവിടെ ആയിട്ടാണ് സ്ഥലം കണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പണിയട്ടെ. ഓക്കെ, അങ്ങനെ ഒരു ഇത് സംഭവം ഇട്ട് ഇനി ഇതിനകത്ത് കുറച്ച് ഷീപ്പ് വരെ ഇട്ട് കൊടുക്കാം. 3 എണ്ണം മതി തൽക്കാലം. 3 എണ്ണം. ചാടിപ്പോവോ? അയ്യോ, പിന്നെന്തിനാ ഈ ഫെൻസൊക്കെ? ചാടിപ്പോവുമെങ്കിൽ ഞാൻ ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട്. എൻ്റെ അടുത്ത് ഇത് എന്തരാണെന്ന് ചോദിക്കരുത്, എനിക്കറിഞ്ഞൂടെ. ഇവരൊന്നും ഇറങ്ങാതിരിക്കാൻ കാണിച്ചു വെച്ചേ. ഇപ്പോൾ അവർ ഭയങ്കര ചാട്ടം അവിടെ കിടന്ന്. അടങ്ങിയിരിയടേ. അവരെ നോക്കിക്കൊണ്ടിരുന്നാൽ എൻ്റെ സമയം പോകുന്നത് എന്തരാണെന്ന് പോലും എനിക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ലാൻഡേനെ ഇവിടെ 2 എണ്ണം തൂക്കട്ടെ, അല്ലെങ്കിൽ ഒരു സ്വസ്ഥത കിട്ടില്ല. ഓക്കേ, ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. അയ്യോ, ഇവരെ നോക്കിക്കൊണ്ടിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഓക്കേ, അങ്ങനെ രാവിലെ എണീച്ചു. എന്തോ അത്. അങ്ങനെ ഇനി എൻ്റെ വൃത്തികെട്ട ഫാം നോക്കാൻ പോവാം. പിന്നെ അല്ലാതെ ഇതെന്തൊരു ഫാമാണ് ഞാൻ ഉണ്ടാക്കിയേ. കുഴപ്പമില്ല, കാണാനൊക്കെ രസമുണ്ട്. പക്ഷേ ഇവർ കിടന്ന് ചാടുന്നതാണ് പ്രശ്നം. എനിക്ക് കൂട്ടത്തിൽ ഒരെണ്ണം ചത്തുപോയി. ഞാൻ അതിനെ അടിച്ച് താഴെ ഇടാൻ നോക്കിയതാണ്, പക്ഷേ അത് ചത്തുപോയത്. പിന്നെ ഇതിപ്പോൾ കാണാൻ എന്തോ ഒരു വൃത്തിയിട്ട് എന്തോ പോലെ ഇരിക്കുന്നു. ഇത് എന്തോ പോലെ. അതുകൊണ്ട് ഇവിടെ ഒരു മേൽക്കൂര പോലെ ഇടണം എനിക്ക്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഒന്ന് ചെയ്ത്. ഇപ്പോൾ കൊള്ളൂലെന്നാണ് തോന്നുന്നത്. കുളമായോ എന്നൊരു സംശയം. അവരൊക്കെ അവിടെ കിടന്ന് നല്ല ചാട്ടക്കമാണ്. അവരെ മിക്കവാറും ഞാൻ കൊന്നിട്ട് ഞാൻ വേറെ താറാവിനെ മേടിച്ചിരുന്നു. അതിനകത്ത് താറാവൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതുന്ന അവരവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ വേറെ താറാവിനെ ഞാൻ മേടിച്ചു. നോക്കിക്കോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇച്ചിരി കുളമായോ എന്നൊരു സംശയമുണ്ട്. അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ നല്ല സെറ്റപ്പായിട്ട് ഒരു ഫാം പണിയും, ഉറപ്പാണ്. അപ്പോൾ ശരി, ടാറ്റാ. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ലോങ് വീഡിയോയ്ക്കൊന്നും ഒട്ടും ലൈക്കൊന്നും കിട്ടുന്നില്ല. ഇച്ചിരി പോലും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ആരും കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോവരുത് പ്ലീസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.